പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപിന് എന്ത് പറ്റി? ഇപ്പോൾ ഞങ്ങൾ തീർത്ത് കളി ഇപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കുതിച്ചു ചോടി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ബ്രൂഡിങ് ഷോൾഡേഴ്സുമായിട്ട്. എന്തുവാ ഇതിനിടയ്ക്ക് സംഭവിച്ചത്? ഇപ്പോൾ അതേ പിന്നെ നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം ചീത്ത പറയുന്നു, നിങ്ങൾ സഹിക്കുന്നു. അവരോടൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇത് പോയത്. തന്നെ ഇറാനുമായിട്ട് ചേർന്ന് ഇപ്പം ഞങ്ങൾ തീർത്ത് തരാമെന്നും പറഞ്ഞ് വലിയ ലക്ഷ്യമായിട്ട് പോകും. വെനസ്വേലയിലെ പോലെ അവിടുത്തെ അയത്തള കമനിയെയും ഭാര്യയെയും എല്ലാം കട്ടിലെ പിടിച്ച് കെട്ടി കൊണ്ടുവരാൻ വേണ്ടി പോയതാണല്ലോ. ഇപ്പം എന്ത് പറ്റി? എന്താ പറ്റിയിരിക്കുന്നത്? തലയ്ക്ക് ഇപ്പം ലെവലില്ലാതായോ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ്, അതിൽ ബരാക്ക് ഒബാമയുടെ ചിത്രം, അദ്ദേഹം പറയുന്നതായിട്ടൊരു വാചകം അതിലുണ്ട്. അപ്പം അതിൽ പറയുന്നത് എങ്ങനെയാണ്: 80 വയസ്സ് പിന്നിട്ട വൃദ്ധന്മാരുടെ അധികാര ഗർവും മോഹവും അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഘർഷങ്ങൾക്കും വിനാശങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ട്രംപ് 79 പിന്നിട്ട് 80ലേക്ക് കാലെടുത്ത് വെച്ചു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന് ബുദ്ധിഭ്രംശവും സ്മൃതിനാശവും ഒക്കെ സംഭവിച്ചു. അതിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഈ യുദ്ധം എന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. പണ്ട് മുതലേ നമ്മൾ കുഞ്ഞുനാളിലെ മുതലേ കേട്ട് ശീലിച്ചാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു യുദ്ധവും ഒരു ജേതാവിനെ സൃഷ്ടിക്കില്ല. രണ്ടു കൂട്ടർക്കും നഷ്ടമുണ്ടാകും. ഇപ്പോൾ ഇറാനിൽ ഉണ്ടായത് ഏതാണ്ട് ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ നഷ്ടമാണെങ്കിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ശതകോടികളുടെ സാമ്പത്തിക നഷ്ടവും ഒരു 10-12 വർഷത്തേക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന താറുമാറായ ഒരു അവസ്ഥയുമാണ്. പിന്നെ അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെങ്കിലും അവരൊരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നാറ്റോ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമാണ്. 40-ലധികം രാജ്യങ്ങളും അവരുടെ എല്ലാം നേതാവ് ഈ നാറ്റോയിൽ ചെറിയ രാജ്യങ്ങളുമുണ്ട്, വലിയ രാജ്യങ്ങളുമുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ എല്ലാം ഒരു സംരക്ഷണ ഉത്തരവാദിത്വം, ഒരു കാർന്നോർ സ്ഥാനമാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ പല മേഖലയിലും ഉള്ള സൈനിക കാവല് അല്ലെങ്കിൽ സൈനിക ഉപകരണങ്ങളെല്ലാം അമേരിക്കൻ സംഭാവനയാണ്, അല്ലെങ്കിൽ അമേരിക്കയാണ് സപ്ലൈ ചെയ്യുന്നത്. നാറ്റോയുടെ പൊതു രീതി എങ്ങനെയാണ്? കൂട്ടത്തിൽ ശക്തമായ രാജ്യം എന്ന് പറയുന്ന ജർമ്മനിക്ക് മാത്രമാണ് നമ്മൾ കുറച്ച് അവര് പച്ചയ്ക്ക് പറയുകയും ചെയ്തു, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് സൈനിക സംവിധാനങ്ങൾ ഉപകരണങ്ങൾ ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല നേരത്തെ തന്നെ പറഞ്ഞ രാജ്യമാണ്. എന്നാൽ ബ്രിട്ടൻ, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ അത്ര മോശമൊന്നുമല്ല, അവരുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രംപ് ഈ ഇറാനെതിരെ സൈനിക നടപടി തുടങ്ങുന്നതിന്റെ മൂല കാരണം ഈ അമേരിക്കയും അതേപോലെ ജർമ്മനി, ഫ്രാൻസ്, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഒപ്പിട്ട ഒരു ആണവ നിർവ്യാപന കരാറുണ്ട്. അത് ഇറാൻ ലംഘിച്ചു. അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു, അതുകൊണ്ടാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സംശയം തീർത്തങ്ങ് പോവാം. ഐക്യരാഷ്ട്രസഭ പറയണ്ടേ അങ്ങനെ യുദ്ധം ചെയ്യാൻ? അതാണ് പ്രശ്നം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ അനുമതി ഇല്ലാതെ നടത്തുന്ന യുദ്ധങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിക്കാനോ പിന്തുണ കൊടുക്കാനോ ഒരു രാജ്യവും തയ്യാറാകില്ല. ഇത് അടിസ്ഥാനപരമായ നിയമമാണ്. അങ്ങനെ ചെയ്താൽ അവരും യുദ്ധക്കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ട്രംപ് ഇവിടെ പ്രതീക്ഷിച്ചത് ഈ ആണവ നിർവ്യാപന കരാറിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് ഇറാൻ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്താൽ ഈ കരാറിന്റെ ഭാഗമായി നിൽക്കുന്ന അറ്റ്ലീസ്റ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളെങ്കിലും എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. പക്ഷെ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ബ്രിട്ടൻ ആദ്യ വെടി പൊട്ടിച്ചിരുന്നു. ഇത് നാറ്റോയുടെ യുദ്ധമല്ല എന്നാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ്, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് പങ്കെടുക്കില്ല. അമേരിക്ക ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ ചോദിച്ചു ഇറാനിനെ ആക്രമണം നടത്താൻ, ആദ്യം അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് ഫലമായിട്ട് കീർ സ്റ്റാർമർ അനുമതി കൊടുത്തു. ഒരു വിമാനവാഹിനി കപ്പലടക്കം വിട്ടുകൊടുക്കാനും തയ്യാറായി. പക്ഷേ ഒരുപാട് വൈകിപ്പോയെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ നിലവിലെ അവസ്ഥ ഇപ്പൊ ഇറാന്റെ കയ്യിലാണ്. ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ ഉണ്ടായ രാജ്യം തന്നെയാണ്. പക്ഷെ ഇപ്പോ പന്ത് ഇറാന്റെ കോർട്ടിലാണ് എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കാര്യം ഈ ഫോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ആള് ചില്ലറ കളിയൊന്നുമല്ല. ഈ ലോകത്തെ മൊത്തം എണ്ണ സമ്പത്തിന്റെ 20% വരുന്ന സംഗതികൾ ഒഴുകിപ്പോകുന്നത് അല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പൊ അവിടെ ഇപ്പൊ നിലവിൽ ഇപ്പോ ഇന്ത്യയുടെ 2 പാചകവാതകം കയറ്റിയ കപ്പലുകൾ കടത്തിക്കൊണ്ടു പോരാൻ നമുക്ക് സാധിച്ചു. അത് ഇറാനും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാകിസ്ഥാനും അങ്ങനെ സാധിച്ചിട്ടുണ്ട്. ചൈനീസ് കപ്പലുകൾക്കും ഇറാൻ അങ്ങനെ ഒരു സൗമനസ്യം കൊടുത്തിട്ടുണ്ട്. കാര്യം ചൈനയും ഇറാനുമായിട്ട് അത്ര സുദൃഢമായ ബന്ധമാണുള്ളത്. പക്ഷെ ആ ആനുകൂല്യങ്ങൾ അമേരിക്കയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ കിട്ടുമെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലോ ഇന്ധനമോ വാങ്ങാനായിട്ടുള്ള വിലക്ക് അമേരിക്ക തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആശ്രയിക്കാവുന്ന ഏക മാർഗം ഇറാനോ
ഇറാനിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് അവർ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനമാണ് അതെല്ലാം ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകളിൽ സിലിണ്ടറുകൾ ഇല്ലാത്തെങ്കിൽ അതിന്റെ നമുക്ക് വിറകടുപ്പ് കത്തിച്ചാണെങ്കിലും കാര്യം നടക്കാം. പക്ഷേ ചായ പോലും കിട്ടാനില്ല, പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവസ്ഥ ഇതല്ല. അവർക്ക് പാചകം എന്നതിനുപരി അവർക്ക് ഈ അതിശൈത്യത്തെ അതിജീവിക്കാനുള്ള ഉപാധിയായിട്ടാണ്. അതെ, റൂം ഹീറ്ററുകളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഗ്യാസ് ഒരു പ്രധാന ഉപാധിയാണ്. അപ്പൊ അവര് ഭക്ഷണം എന്നതിനുപരി അവരുടെ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിട്ട് വലിയ പ്രതിസന്ധിയിലോട്ട് ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന നിലപാടാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് നാറ്റോ സഖ്യ രാജ്യത്തിൽപ്പെട്ട രാജ്യങ്ങളും ഒക്കെ ഇപ്പൊ അമേരിക്കയിലെ തന്നെ ജനങ്ങളും. അതെ, അമേരിക്കയിൽ തന്നെ ട്രംപിന്റെ കക്ഷിയിലുള്ള പാർട്ടിക്കാർ പോലും അതിനെതിരെ പ്രമേയം വരെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായി, അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് വരെ ഉണ്ടായി. ഇപ്പൊ ട്രംപ് മുച്ചൂടൻ ചീത്ത വിളിക്കുകയാണ് ഇവരോട്. ഈ നാറ്റോ നിങ്ങൾ ചെയ്തത് നന്ദികേടാണ്. കാര്യം സത്യമാണ്, ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കല്ല ഇതുവരെയുള്ള സുരക്ഷാ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നതും അവർക്ക് വേണ്ട ആയുധങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് അമേരിക്കയാണ്. പക്ഷെ ഈ നിർണായക ഘട്ടത്തിൽ ഇപ്പൊ ആ നിർണായക ഘട്ടത്തിൽ അതിനുള്ള പ്രത്യുപകാരം ഇവർ ചെയ്യുന്നില്ല. അപ്പൊ ട്രംപ് ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്കൊക്കെ അതാത് മേഖലകളിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരുന്ന അമേരിക്കൻ സൈന്യത്തെയും അമേരിക്കയുടെ സംവിധാനങ്ങളെ ഞങ്ങൾ പിൻവലിച്ചു കളയും. ട്രംപിന്റെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്, അമേരിക്ക ഫസ്റ്റ്. അമേരിക്കയുടെ ആവശ്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന കൊടുക്കുക. അപ്പൊ ഇനി ഈ പറയുന്ന സൈനിക സംവിധാനങ്ങളെല്ലാം അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ അങ്ങോട്ട് ചെലവാക്കും. അമേരിക്ക അതിന്റെ ഫലമായിട്ട് ഇപ്പൊ അമേരിക്കയ്ക്ക് ഇപ്പോ വിശ്വസിക്കാവുന്ന പങ്കാളിയായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മരണഭയത്തിൽ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ട്രംപിനും ഈ മരണഭയം ഉണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ഇസ്രയേലിന് ഒരു പരിധിയുണ്ട്. അമേരിക്കയുടെ ഔദാര്യം പറ്റി അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാടുന്ന ഒരു രാഷ്ട്രം മാത്രം, ഒരു ചെറിയൊരു രാഷ്ട്രമാണ്. ഈ ബ്രിട്ടനെയോ ഫ്രാൻസിനെയോ ജർമ്മനിയോ പോലും പകരം വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഇസ്രയേൽ മാത്രമാണ് ഇപ്പോഴും കാര്യം ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ട ഇസ്രയേലിന്റെ ആവശ്യമാണ്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി കേൾക്കുന്നത്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. അത് എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. രണ്ടാമത്തെ കാര്യം, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരും. നെതന്യാഹുവിനെതിരെ വലിയ അഴിമതി ആരോപണമുണ്ട്. സത്യമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ സാറയ്ക്കും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഇവർ ഈ യുദ്ധത്തിന് പുറപ്പെട്ടത്. ശ്രദ്ധ തിരിച്ച് വിജയം നേടാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു, ഒരു PR എക്സർസൈസ് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നാമ്പുറങ്ങളിൽ അതില് നമുക്ക് ആ ഒരു ആശങ്ക അത്ര തള്ളിക്കളയാവുന്ന സംഗതിയല്ല. അതിലൊക്കെ കുറച്ചൊക്കെ കഴമ്പുണ്ട്. കാര്യം ഈ എപ്സ്റ്റീൻ ഫയൽസിലെ വസ്തുതകൾ, യഥാർത്ഥ വസ്തുതകൾ ഇപ്പോഴും വന്നിട്ടില്ല. യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പണ്ട് ബിൽ ക്ലിന്റന് നാണം കെട്ട് ഇറങ്ങിപ്പോയേണ്ടി വന്നില്ലേ, അതേ അവസ്ഥയിലേക്ക് ട്രംപിനും പോകും. നമ്മുടെ പോക്സോ കേസുകൾ പോലും അവിടെ അതിലും വലിയ പ്രശ്നമാണത്. അതേപോലെ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് അവിടെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് അദ്ദേഹം ഇസ്രായേൽ പ്രസിഡന്റിനോട് മാപ്പപേക്ഷ കൊടുത്തൊരു അവസ്ഥ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചും രാഷ്ട്രീയപരമായ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് തന്നെ വരാം. അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം കൈവിട്ടു പോകാനുള്ള പ്രധാന കാരണം അത് സമ്പത്താണ്, പണച്ചെലവാണ്. ഈ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയ ആദ്യത്തെ ദിവസം മാത്രം ചെലവായ തുക ഏതാണ്ട് $779 മില്യൺ ഒറ്റ ദിവസത്തെ ചെലവ്. അപ്പൊ അതിനു മുമ്പായിട്ട് അവിടെ ഈ സാധനങ്ങളൊക്കെ എത്തിക്കണമല്ലോ, ഈ യുദ്ധസന്നാഹങ്ങൾ എത്തിക്കണം, കപ്പലുകൾ വരണം, വിമാനങ്ങൾ വരണം. അതിനുവേണ്ടി മാത്രം ഏതാണ്ട് $634 മില്യൺ ചെലവാക്കി. ഇപ്പോ ഈ യുദ്ധം തുടങ്ങിയപ്പോ ട്രംപ് പറഞ്ഞത് ഇതൊരു ടൈം ബൗണ്ട് ആക്ഷൻ ആണ്, ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി നിശ്ചിത സമയത്ത് അവസാനിപ്പിക്കും എന്ന് അന്നേ പലരും മുന്നറിയിപ്പ് കൊടുത്തു. ഇറാനെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം, ചിലപ്പോൾ അത് ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അന്ന് തുടങ്ങിയ യുദ്ധം ഇന്നിപ്പോ 17-18 ദിവസമായി. ഇതുവരെ ട്രംപ് പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇറാനിൽ ഒരു അധികാരമാറ്റമാണ്, ആ ഭരണകൂടത്തെ മൊത്തത്തിൽ മാറ്റുമെന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അധികാര കേന്ദ്രം മാറി. വേറൊരു രസമാണ് പറയാം, റിഷീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചാടി പുറപ്പെട്ടു. ഇപ്പൊ അമേരിക്കയിൽ റിഷീം ചേഞ്ച് അതിനു മുമ്പ് തന്നെ വരും. അതിനുള്ള സാധ്യതയുണ്ട്. ട്രംപിനെതിരെ നിക്കക്കളിയില്ലാത്ത അവസ്ഥ. ഏതായാലും അച്ഛൻ പോയി മകൻ വന്നു എന്നതിനപ്പുറം ഇറാനിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ഒരു റൂമറും അല്ല നമുക്ക് പറയാവുന്ന ഒരു കാര്യം. ഇപ്പൊ ഇന്ത്യയുടെ 4 കപ്പലുകൾ വന്നിട്ടുണ്ട്. 4 കപ്പൽ നമ്മുടെ ധീരരായ കപ്പിത്തന്മാർ
നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പരിക്കും പറ്റാതെ. ഇത് അമേരിക്കയുടെ പെർമിഷൻ കൊണ്ടല്ല, അല്ല. ഇസ്രായേലിന്റെ പെർമിഷൻ കൊണ്ടല്ല, പിന്നെ ആരുടെ? ഇറാനാണ് നമുക്ക് പെർമിഷൻ തന്നത്. ഒരു പോറിൽ നിൽക്കാതെ വന്നു. അപ്പൊ കംപ്ലീറ്റ് ഹോർമോസ് കടലിടക്ക് ഇപ്പോഴും നിയന്ത്രിക്കുന്ന ആരാ? സംശയം പറയാം, ഇറാനാണ്. ഇറാന്റെ കയ്യിലാണ് ഇപ്പൊ യുദ്ധം. അമേരിക്കയുടെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇതൊന്നും അംഗീകരിച്ചാൽ മതി ഈ ട്രംപ് ഭക്തന്മാർ. അല്ല, ട്രംപിന്റെ ഇറാൻ തീർന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഉപദേശകർ തന്നെ ട്രംപിന് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്താണെന്ന്, അത് ഏറ്റവും രസകരം. ഈ യുദ്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറണം, നാണക്കേട് വിചാരിക്കേണ്ട, നമ്മൾ ജയിച്ചു എന്നങ്ങ് നയത്തിൽ അങ്ങ് പ്രഖ്യാപിച്ചേക്ക്, എന്നിട്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ട്രഷറി സെക്രട്ടറി അത് വ്യക്തമായിട്ട് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ ചില ഭ്രാന്തന്മാരുണ്ട്, യുദ്ധഭ്രാന്തന്മാരാണ് ഇപ്പൊ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ഭ്രാന്തന്മാർ, ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹു, മറ്റേത് ട്രംപ്. ഭ്രാന്ത് പിടിച്ച ആൾക്കാരാണ്. ഇറാൻ കൂളായിട്ടിരിക്കുന്ന, എല്ലാവരും മരിക്കാൻ തയ്യാറ് തന്നെയല്ലത്. ഇവർ ആര്യന്മാരാണ്, പോരാട്ട വീര്യം ഉള്ളവരാണ്, ഇവർ മരിക്കാൻ തയ്യാറാണ്. പക്ഷെ അമേരിക്കൻ ഭടന്മാർ മരിക്കാൻ പേടിയുള്ള ആൾക്കാരാണ്. അതെ, ഇസ്രായേലിന് ടെക്നോളജി ഉണ്ടെങ്കിലും അവിടുത്തെ ആളുകൾ ഇങ്ങനെ വെറുതെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ ഈ പറയുന്ന ധീരയോക്താക്കൾ എന്ന് പറയുന്ന അവർക്കൊന്നുമില്ല. അല്ല, അവര് രക്തസാക്ഷിത്വം എന്തോ മഹനീയമായി കരുതുന്ന വിശ്വാസത്തിന്റെ പരമായിട്ടുള്ള ഒരു ആൾക്കാർ. എക്സാക്ട്ലി, ദാറ്റ്സ് ദ ഡിഫറൻസ്, ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അതാണ് പ്രശ്നം. മുഴുവൻ മരിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന മട്ടിലാണ് ഇറാൻ നിൽക്കുന്നിടത്തോളം ഇത് യുദ്ധം തീർന്നാലും യുദ്ധം തന്നെ നടക്കും. അത് അന്യരാഷ്ട്രങ്ങളിൽ ഇറാൻ നടത്തുന്ന ചാവേർ ആക്രമണങ്ങളായിരിക്കും. ഇപ്പം 31 കമാൻഡുകളെല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ടും അവർ ഓരോന്നും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, വികേന്ദ്രീകൃതമായിട്ട്. ഇപ്പോൾ വലിയൊരു പ്രശ്നമുള്ളത് ഒരു സെൻട്രൽ കമാൻഡ് ഇല്ല. അതിന്റെ ഫലം ഇത് നിർത്താൻ പറയാൻ ആരുമില്ല ഇവിടെ. നിർത്താത്ത യുദ്ധമാണ് ഇറാൻ നടത്തുന്നത്. അത് വലിയ പ്രഹരമാണ്. ഇപ്പൊ ഇറാൻ ഔദ്യോഗികമായിട്ട് യുദ്ധവിരാമം പ്രഖ്യാപിച്ചാലും അവിടെ ഹൂത്തികളുണ്ട്, ഹമാസ് ഉണ്ട്, ഹിസ്ബുള്ള ഉണ്ട്. അവർക്കും കൂടി തോന്നണം ഈ പണി നിർത്തണമെന്ന്. അല്ല, ഇനി പുതിയതുണ്ടാവും. അങ്ങനെയാണല്ലോ ഓരോ സമയവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. IS ഉണ്ടായപ്പോഴാണ് ഇറാഖ് യുദ്ധത്തിന് ശേഷമല്ല. അതുപോലെ പുതിയൊരു സാധനം ഇനി ഉണ്ടായി വരും, അമേരിക്കയിലും ഇസ്രായേലിലും ചെന്ന് ആക്രമിക്കാൻ. അവർ പറഞ്ഞിട്ടുണ്ട് 165 ഞങ്ങളുടെ പിഞ്ചു കുട്ടികളെ കൊന്നതിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവരത് ചെയ്യുകയും ചെയ്തു. കണ്ടില്ലേ, സൽമാൻ റുഷ്ദിയെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള അമേരിക്കയിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഈ മരിച്ച അയത്തള്ള ഖമനേയിയുടെ ഫത്വ അനുസരിച്ചാണ് ആക്രമണം നടത്തി. അദ്ദേഹം ഇപ്പോഴും കണ്ണു കാണാതെ വയ്യാതെ കിടക്കുന്നത്. എന്തിനായി കടന്നൽക്കൂട്ടിലൊക്കെ കൈയിട്ട് വരാൻ പോകുന്നത്? അവരുടെ ജനങ്ങൾ തന്നെ തീർത്തേനെ. പക്ഷേ യുദ്ധം മൂലം ആ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സംഭവിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.